الله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب زدنا علما أجمعين يا رب العالمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഇൻഷാല്ല ഓപ്പോസിറ്റ്സ് ഇല്ലാത്ത സിഫ ഒന്ന് നമ്മൾ സഫീർ നമ്മൾ കവർ ചെയ്ത് അല്ലേ. ഇനി രണ്ടാമത്തത് അൽ ഖൽഖല. ഓക്കെ, അതാണ് ഇൻഷാല്ല ഈ ഇതിൽ ക്ലിപ്പിൽ കവർ ചെയ്യുന്നത്. അൽ ഖൽഖല. കൽക്കല എന്ന് പറഞ്ഞാൽ എന്താണ്? കൽക്കല ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഷോർട്ട് ബേസ്റ്റ് ഓഫ് സൗണ്ട് കൊടുക്കുക. ഇപ്പം എന്താണ്, ഇപ്പം ബ എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? അബ്. ഇത് കൽക്കല സുക്കൂനിൽ മാത്രമാട്ടോ വരാം. ഫത്ഹ കസ്ര ദമ്മയ്ക്ക് കൽക്കല ഉണ്ടാവില്ല. സുക്കൂന് വരുമ്പോൾ മാത്രമാണ് നമ്മൾ കൽക്കല ചെയ്യുക. കാരണം സുക്കൂൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ മുകളിലും ഇങ്ങനെ മഹ്റജ് തമ്മിൽ ഇങ്ങനെ അടഞ്ഞ പോക്കാണ്. ഓക്കെ, ഇപ്പോൾ ബാക്ക് സുക്കൂന് വന്നാൽ എന്താണ്? ചുണ്ട് നോക്കി അബ് അബ്. ഓക്കെ, അപ്പോൾ ആ അക്ഷരം വ്യക്തമല്ല. കാരണം മഹ്റജ് ഇങ്ങനെ അടഞ്ഞു പോയി. സുക്കൂൻ എന്ന് പറഞ്ഞാൽ രണ്ട് സംഗതി ചേരലാണ്. ഓക്കെ, അപ്പോൾ മഹ്റജ് അടഞ്ഞ് സൗണ്ട് അവിടെ ബ്ലോക്കായിപ്പോയി. ഓക്കെ, മഹ്റജിൽ ശബ്ദം ബ്ലോക്കായിപ്പോയി. അപ്പോൾ ആ ബ്ലോക്ക് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് തുറന്നു വിടും സൗണ്ടിനെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അബ് എന്ന് പറയുമ്പോൾ വ്യക്തമാവില്ല. അപ്പോൾ കൽക്കല ചെയ്യാൻ എന്താ ചെയ്യുക? അബ് അബ്. ഓക്കെ, അങ്ങനെ ഒന്ന് ചെറുങ്ങനെ ചെയ്യും. അതിനാണ് കൽക്കല എന്ന് പറയാം. നമുക്കത് വായിക്കാം. അൽ കൽക്കല എന്ന് പറഞ്ഞാൽ പ്രതിധ്വനിക്കൽ. ഓക്കെ, മഹ്റജ് വളരെ ചെറിയ തോതിൽ തുറക്കുമ്പോൾ കേൾക്കുന്ന പ്രതിധ്വനിക്കുന്ന ശബ്ദം. ഓക്കെ, കൽക്കല എന്ന് പറഞ്ഞാൽ എന്താണ്? മഹ്റജ് ചെറുതായിട്ട്, ഇപ്പോൾ ഉദാഹരണം എടുക്കുക, ബാൻ്റെ ഉദാഹരണം തന്നെ എടുക്കുക. ചെറിയ തോതിൽ ഒന്ന് നമ്മൾ തുറന്നിട്ട് സൗണ്ടിനെ ഒന്ന് പുറത്തേക്ക് വിടുക. ഓക്കെ, അബ് അബ്. ചെറിയ തോതിൽ, കുറേ അബ് എന്നൊന്നും നല്ലോണമൊന്നും ഇതാക്കാൻ പാടില്ല. ഓക്കെ, ചെറുതായിട്ട് അബ് അബ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ശബ്ദം വരും. അബ് എന്നുള്ളതിന് പകരം എന്താ വന്നത്? ഇപ്പം അബ്. ഒരു ചെറിയൊരു ശബ്ദം അവസാനത്തിലേക്ക് വന്ന് നമ്മൾ സൗണ്ടിനെ ഒന്ന് പുറത്തേക്ക് വിടുന്നുണ്ട്. ഓക്കെ, ആ ശബ്ദത്തിനാണ് കൽക്കല എന്ന് പറയാം. മഹ്റജ് വളരെ ചെറിയ തോതിൽ തുറക്കുമ്പോൾ കേൾക്കുന്ന പ്രതിധ്വനിക്കുന്ന ശബ്ദം. ഓക്കെ, ഈ കൽക്കലൻ്റെ അക്ഷരങ്ങൾ ഫുള്ളു ഷിദ്ദൻ്റെ അക്ഷരങ്ങളാണ്. അജിദു ഖത്തീൻ ബക്കത്ത് എന്നുള്ള ഇതിൻ്റെ ഉള്ളിൽ നിന്നും എടുത്തതാണ് കൽക്കലൻ്റെ ഖുതുബ് ജദ്. ഓക്കെ, അജിദു ഖത്തീൻ ബക്കത്തിൽ എന്താണ്? ഖുതുബ് ജദിൻ്റെ അക്ഷരങ്ങൾ ഫുള്ളുണ്ട്. ഓക്കെ, അപ്പോൾ ഷിദ്ദയുടെ അക്ഷരങ്ങൾ ഹറക്കയില്ലാതെ സുക്കൂനോട് കൂടി വരുമ്പോൾ, കൽക്കല എപ്പോഴാണ് വരെ? സുക്കൂനോട് കൂടി വരുമ്പോൾ മാത്രമാണ് നമ്മൾ കൽക്കല ചെയ്യുക. ഫത്ഹ കസ്ര ദമ്മക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഓൾറെഡി ഇങ്ങനെ ഇങ്ങനെ, അപ്പോൾ എന്താണ് മഹ്റജ് എന്താണ് തമ്മിൽ ഒരു പാർട്ടിങ് വരുന്നുണ്ട്. അപ്പോൾ സൗണ്ടിന് പുറത്തേക്ക് വരാൻ പറ്റുന്നുണ്ട്. ബി ബൂ എന്നൊക്കെ പറയുമ്പം എന്താണ്? അവിടെ ചുണ്ടിൽ ഓപ്പണിങ് വരുന്നതുകൊണ്ട് ആ ശബ്ദത്തിന് പുറത്തേക്ക് വരാൻ പറ്റുന്നുണ്ട്. നേരെ മറിച്ച് സുക്കൂന് വരുമ്പോൾ ആ ഓപ്പണിങ് ഇല്ല. അബ് അബ്. ഓക്കെ, സൗണ്ട് ബ്ലോക്കായി പോവുക ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൽക്കല കൊടുത്തിട്ട് ആ സൗണ്ടിനെ ഒന്ന് റിലീസ് ചെയ്യും. നമ്മൾ കൽക്കല ചെയ്യുമ്പോഴാണ് കേൾവിക്കാരന് മനസ്സിലാവുക അത് ഏത് അക്ഷരമാണെന്ന് വ്യക്തമാവണമെങ്കിൽ നമ്മൾ കൽക്കല ചെയ്യണം സുക്കൂന് വരുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇനി ഓരോന്നും അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഖുതുബ് ജദ്. ഓരോന്നും നോക്കാം. ഓക്കെ, ഖുതുബ് ജദ്. അപ്പോൾ ഓരോന്നും എന്താണ്? ഖാഫ്, ത്വ, ബ, ജീം, ദാൽ. ഈ 5 അക്ഷരങ്ങളാണ്. അപ്പോൾ ഓരോ നമുക്ക് നോക്കാം. ഖാഫിൻ്റെ മഖ്റജ് എന്താണ്? അഖ്സൽ ലിസാനും, പിന്നെ ഹനക്കുൽ അഫ്മി, നാവിൻ്റെ അങ്ങേ അറ്റം. ഹനക്കുൽ അഫ്മിയല്ല, ഹനക്കുൽ ലഹ്മിയാണ്. മാംസളമായ ഭാഗം എന്നുള്ളത് ഞാൻ പറഞ്ഞ് തെറ്റിപ്പോയതാണ്. സോഫ്റ്റ് പാലറ്റും തമ്മിൽ ചേർന്നിട്ട് അല്ലേ. അപ്പോൾ ഞാൻ ഇപ്പോൾ കൽക്കല ചെയ്യാതെ സുക്കൂനിട്ടിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെ വരാം? അവിടെ സൗണ്ട് ബ്ലോക്കായിപ്പോയി. അപ്പോൾ നമ്മളിങ്ങനെ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അങ്ങനെ കുറേ ബ്ലോക്കൊക്കെ വരുമ്പോൾ നമുക്കൊരു പ്രയാസമായിരിക്കും പാരായണം ചെയ്യാൻ. അത് ഒന്ന് ഒഴുകണമല്ലോ. അപ്പോൾ ആ മാത്രമല്ല ഞാനിപ്പോൾ
എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും വ്യക്തമായിക്കൊള്ളണം എന്നില്ല ഞാൻ കോഫനാണ് പറയുന്നത് എന്നുള്ളതും. ഓക്കെ, അപ്പോൾ ആ ശബ്ദ തടസ്സം റിമൂവ് ചെയ്യാനും കേൾവിക്കാരന് ക്ലിയർ ആവാനൊക്കെ വേണ്ടിയിട്ട് നമ്മളെന്താ ചെയ്യുക, ഈ സൗണ്ടിനെ ഒന്ന് പുറത്തേക്ക് വിടും പെട്ടെന്ന് ഷോർട്ടായിട്ട്. ഷിദ്ദൻ്റെ അക്ഷരങ്ങൾ ഏറ്റവും കുറഞ്ഞ ടൈമാണ് കൊടുക്കുക. അപ്പോൾ എങ്ങനെയാണ് അപ്പ് അപ്പ്. ഓക്കെ, നേരെ മറിച്ച് അപ്പം എന്താണ് ഒന്ന് ചെറുങ്ങനെ ഇതാക്കുള്ളൂ. നമ്മൾ വായ വല്ലാതെ തുറന്നാൽ കോ കോ ഒരു ഫത്ഹ കയറിപ്പോവും. അങ്ങനെ ഫത്ഹ കയറാൻ പാടില്ല. വല്ലാതെ വായ ഓപ്പൺ ചെയ്യരുത്. ജസ്റ്റ് ഒന്നിങ്ങനെ അപ്പ് അപ്പ്. ഓക്കെ, അത്ര ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇനി തോ നോക്കാം. തോൻ്റെ മഹ്റജ് ഏതാണ്? തൊർഫുൽ ലിസാൻ അല്ലേ, നാവിൻ്റെ അറ്റവും പിന്നെ നാവിൻ്റെ അറ്റം എവിടെ വെക്കുക? നമ്മൾ ലിസൻ്റെ അവിടെ, പല്ലും മോണയും കൂട്ടിമുട്ടുന്ന ആ ഭാഗത്ത്. അപ്പോൾ അത് ഇപ്പോൾ ഇത് കൽക്കല എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ് സുക്കൂന് വരുമ്പോൾ മാത്രമുള്ള പ്രോപ്പർട്ടിയാണ്, സ്വഭാവമാണ്. അപ്പോൾ സുക്കൂന് അപ്പോൾ എങ്ങനെയാണ് അവിടെ ശബ്ദ തടസ്സം വന്ന് ഷിദ്ദൻ്റെ അക്ഷരമായതുകൊണ്ട്. അപ്പോൾ ആ ശബ്ദ തടസ്സം റിമൂവ് ചെയ്യാൻ നമ്മളെന്താ ചെയ്യുക? കൽക്കല ചെയ്യും. അപ്പ് അപ്പ് അങ്ങനെ പറഞ്ഞു നോക്കാം. ഓക്കെ, പിന്നെ ജീം നോക്കാം. അടുത്ത അക്ഷരം, മൂന്നാമത്തെ അക്ഷരം. ജീമിൻ്റെ മഹ്റജ് ഏതാണ്? നാവിൻ്റെ നടുഭാഗവും മേലെ അണ്ണാക്കും തമ്മിൽ ചേർന്നിട്ട് നല്ലോണം ചേരും. അപ്പോൾ എന്താണ് സൗണ്ട് അവിടെ ബ്ലോക്കായി പോവും. സുക്കൂന് വരുമ്പോൾ സൗണ്ട് ബ്ലോക്കായി പോവും. അപ്പോൾ എങ്ങനെയാ വരിക? അജ് അജ് ഒന്നും വരില്ല, ഒരു സൗണ്ടും പുറത്തേക്ക് വരില്ല. എന്താണ് സൗണ്ട് ബ്ലോക്കായി പോയി. മഹ്റജ് അടഞ്ഞു പോയി. അപ്പോൾ സൗണ്ട് അവിടെ ബ്ലോക്കായി. അപ്പോൾ അപ്പോൾ നമുക്ക് അങ്ങനെ ഓതുമ്പോൾ പ്രയാസമായിരിക്കും അങ്ങനെ ഓതാൻ. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യുക? മഹ്റജ് ഒന്ന് തുറന്നു കൊടുക്കും, എന്നിട്ട് സൗണ്ടിനെ ഒന്ന് പുറത്തേക്ക് വിടും സ്പീഡിൽ. അപ്പോൾ ഇങ്ങനെ അജ് അജ്. ഓക്കെ, പിന്നെ ഓക്കെ, അപ്പോൾ കുത്തുബ് പിന്നെ ഇനി ദാല് പറയാം. ദാൽ എങ്ങനെയാണ്? ദാലിൻ്റെ മഹ്റജ് മറ്റേ ഇതന്നെ ലിസ തന്നെ, നാവിൻ്റെ അറ്റവും തൊർഫുൽ ലിസാനും പിന്നെ പല്ലും മോണയും കൂടിച്ചേർന്ന ആ ഭാഗം, ലിസൻ്റെ ഭാഗം. അപ്പോൾ ദാൽ അല്ലേ. അപ്പോൾ സുക്കൂനിട്ടിട്ട് പറഞ്ഞു നോക്കാം. അദ് അദ്. അപ്പോൾ എന്താണ് അവിടെ സൗണ്ട് ബ്ലോക്കായി. ഓക്കെ, അങ്ങനെ അപ്പോൾ എന്താണ് നമുക്ക് ഓതുമ്പോഴും പ്രയാസം, കേൾക്കുന്ന ആൾക്കും മനസ്സിലാവില്ല ഏത് അക്ഷരമാണ് നമ്മൾ പറയുന്നത്. കാരണം സൗണ്ട് അവിടെ ബ്ലോക്കായി പോയി, മഹ്റജ് അടഞ്ഞു പോയി. മഹ്റജ് അടഞ്ഞു പോയി. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് മഹ്റജ് തുറന്നിട്ട് ശബ്ദത്തിനെ ഒന്ന് റിലീസാക്കും. അത്. ഇനി അടുത്ത അക്ഷരം നോക്കാം. ബാക്ക് എങ്ങനെയാണ്? രണ്ട് ചുണ്ടുകളാണ് ബാൻ്റെ മഹ്റജ് അല്ലേ. അപ്പോൾ അബ് പറയുമ്പോൾ എന്താ? രണ്ട് ചുണ്ട് നമ്മൾ പൂട്ടി. ഓക്കെ, ശബ്ദം അവിടെ ബ്ലോക്കായി. അബ് പിന്നെ വായ കൂടെ വരാൻ പറ്റൂല, മഹ്റജ് അടഞ്ഞു പോയി, ശബ്ദം അവിടെ ബ്ലോക്കായി. അപ്പോൾ ബ ഉച്ചരിക്കുമ്പോൾ മഹ്റജ് എന്താ അവിടെ എഴുതിയത്? ബ സുക്കൂൻ ഉച്ചരിക്കുമ്പോൾ മഹ്റജ് അതായത് ചുണ്ടുകൾ ചേർത്തു വെക്കുന്നു. ശബ്ദം കേൾക്കത്തക്ക രീതിയിൽ ആക്കാൻ ചുണ്ടുകൾ ചെറുതായി തുറക്കണം. അബ്. ഓക്കെ, അപ്പം ഹറക്ക കൊടുക്കാതെ എന്ന് എഴുതിയിട്ടുണ്ട്. കാരണം ഈ വായൻ്റെ ഉള്ളിലത്തെ ഓപ്പണിങ് കൂടിപ്പോയാൽ എന്താവും? ഫത്ഹ കയറിപ്പോവും. കൂടി പോകാൻ പാടില്ല, ചെറുതായിട്ട് ചെറിയ ഓപ്പണിങ് കൊടുക്കാൻ പാടുള്ളൂ. അബ് അങ്ങനെ വരാൻ പാടുള്ളൂ. അപ്പോൾ ഇതായിരുന്നു രണ്ടാമത്തെ സിഫ, ഓപ്പോസിറ്റ്സ് ഇല്ലാത്ത കൽക്കല. ഇനി അടുത്ത ക്ലിപ്പിൽ ഇൻഷാ അല്ലാ കൽക്കലൻ്റെ വിവിധ രണ്ട് ടൈപ്പ് കൽക്കലുണ്ട്, അത് അടുത്ത ക്ലിപ്പിൽ പറയാം ഇൻഷാ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.